ചേർത്തല NSS യൂണിയൻ്റെ വാർഷിക പൊതുയോഗം നടന്നു. NSS യൂണിയൻ ഹാളിൽ നടന്ന വാർഷിക പൊതുയോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 3.5 കോടി രൂപയുടെ വാർഷിക ബഡ്ജറ്റിന് യോഗം അംഗീകാരം നൽകി. ചേർത്തല താലൂക്ക് NSS യൂണിയൻ്റെ 88ാമത് വാർഷിക പൊതുയോഗം നടന്നു. NSS ഡയറക്ടർ ബോർഡ് അംഗവും യൂണിയൻ പ്രസിഡന്റുമായ പ്രൊഫസർ ഇലഞ്ഞിയിൽ രാധാകൃഷ്ണൻ്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. 2023-24 പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും 2024-25 ബഡ്ജറ്റും യൂണിയൻ സെക്രട്ടറി S. ജയകൃഷ്ണൻ അവതരിപ്പിച്ചു. 1,57,68,920 രൂപ 52 പൈസ വരവും 1,57,65,502 രൂപ 30 പൈസ ചെലവും 3,418 രൂപ 22 പൈസ നീക്കിയിരിപ്പുമുള്ള വരവ് ചെലവ് കണക്കുകളാണ് അവതരിപ്പിച്ചത്. 2024-25 ബഡ്ജറ്റും അവതരിപ്പിച്ചു. 3,44,800 രൂപ വരവും 3,39,821 രൂപ ചെലവും 4,979 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് സെക്രട്ടറി അവതരിപ്പിച്ചത്. ജീവകാരുണ്യ നിധിയിൽ ഉൾപ്പെടുത്തി ഭവന നിർമ്മാണം, ചികിത്സാ സഹായം, സാന്ത്വന പദ്ധതി, വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി എന്നിവയ്ക്കായി 19,50,000 രൂപയും വിദ്യാഭ്യാസ എൻഡോമെൻ്റ് ഉൾപ്പെടെ വിദ്യാഭ്യാസ പ്രോത്സാഹനത്തിനായി 6 ലക്ഷം രൂപയും മന്നം കലാസാംസ്കാരിക വേദിയുടെ പ്രവർത്തനങ്ങൾക്കായി 1,25,000 രൂപയും നേതൃത്വ പരിശീലനം, മെഡിക്കൽ ക്യാമ്പ്, HR സെൻ്റർ പ്രവർത്തനങ്ങൾ, ലഹരിവിരുദ്ധ അവബോധന പരിപാടി എന്നിവയ്ക്കായി 1 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. നായർ സർവീസ് സൊസൈറ്റിയുടെ ഹോട്ടൽ ശൃംഖലയായ പത്മ കഫേ മതിലകത്ത് നിന്നും യൂണിയൻ ബിൽഡിങ്ങിലേക്ക് മാറ്റി പുനർനിർമ്മിച്ച് പ്രവർത്തിപ്പിക്കുന്നതിന് 45 ലക്ഷം രൂപയും യൂണിയൻ വക കെട്ടിടങ്ങളുടെ മെയിൻ്റനൻസിനും സംഗമത്തിനും കൂടി 30 ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. നായർ സർവീസ് സൊസൈറ്റിയുടെ സാമൂഹ്യക്ഷേമ പദ്ധതിയിൽ നിന്നും വിവിധ ധനസഹായങ്ങൾ നൽകുന്നതിലേക്കായി ലഭിക്കുന്ന 6,85,000 രൂപയും ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ദേശീയപാതയുടെ വികസനത്തോടനുബന്ധിച്ച് ചേർത്തല താലൂക്കിലെ പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി അധികാരികൾക്ക് സമർപ്പിക്കുന്ന ഔദ്യോഗിക പ്രമേയവും യോഗം പാസാക്കി. യൂണിയൻ വൈസ് പ്രസിഡന്റ് S. മുരളീകൃഷ്ണൻ സ്വാഗതവും NSS ഇൻസ്പെക്ടർ നിഖിൽ വേണു നന്ദിയും പറഞ്ഞു. വിൻമീഡിയ ചേർത്തല.